നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ താൽക്കാലിക പ്രസിഡന്റായി വി.കെ. ശ്രീകണ്ഠൻ എം.പി. ചുമതലയേറ്റു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ആത്മാർത്ഥമായി നിർവഹിക്കുമെന്ന് ശ്രീകണ്ഠൻ. ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF വിജയിക്കും. തൃശൂരിലെ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും വി.കെ. ശ്രീകണ്ഠൻ എം.പി. പരുതൂരിൽ വാഹന പരിശോധനയ്ക്കിടെ തൃത്താല ഗ്രേഡ് SIയെ ഇടിച്ചു തെറിപ്പിച്ച കാർ ഓടിച്ചിരുന്ന 19-കാരൻ പോലീസ് കസ്റ്റഡിയിൽ. ഒളിവിലായിരുന്ന പ്രതിയെ തൃത്താല പോലീസ് പിടികൂടിയത് ഞായറാഴ്ച ഉച്ചയോടെ. ഗുരുതര പരിക്കുകളോടെ തൃത്താല SI ശശികുമാർ കുന്നംകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ. പാലക്കാട് കുളപ്പുള്ളിപാതയിൽ പറളി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം റോഡിലെ നവീകരണ പ്രവൃത്തിയിൽ അപാകതയെന്ന് ആക്ഷേപം. പ്രവൃത്തിയിലെ പാളിച്ചയ്ക്കെതിരെ പ്രതിഷേധവുമായി പൊതുപ്രവർത്തകരും നാട്ടുകാരും. പ്രതിഷേധം ശക്തമായതോടെ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അപാകതകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചു. അകസ്മരണകളുമായി മുസ്ലിം സമൂഹം ബലിപ്പെരുന്നാൾ ആഘോഷത്തിലേക്ക്. ബലിപ്പെരുന്നാൾ സമർപ്പണ മനോഭാവത്തിന്റെ ഉത്സവം. വലിയ പെരുന്നാൾ നമസ്കാരത്തിന് എങ്ങും വിപുലമായ ഒരുക്കങ്ങൾ. വാർത്തകൾ വിശദമായി. വി.കെ. ശ്രീകണ്ഠൻ എം.പി. തൃശൂർ DCCയുടെ താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേറ്റു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ആത്മാർത്ഥമായി നിർവഹിക്കുമെന്ന് വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF വിജയിക്കുമെന്നും എം.പി. പറഞ്ഞു. തൃശൂർ DCC ഓഫീസിൽ ഇനി പുകയുണ്ടാകില്ലെന്ന് താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം വി.കെ. ശ്രീകണ്ഠൻ എം.പി. പറഞ്ഞു. എഴുതിത്തള്ളാൻ കഴിയുന്ന സ്ഥലമല്ല തൃശൂർ. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF വിജയിക്കുമെന്നും വി.കെ. ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു. പുക ഉണ്ടാകില്ല. നിങ്ങൾ പറയുന്ന പോലെ പരാജയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒരു പുനർചിന്തനത്തിന് വഴിവെച്ചിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു സ്ഥലമല്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായെന്ന് കരുതി എല്ലാം അവസാനിക്കുന്നില്ല. അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാഹന പരിശോധനയ്ക്കിടെ തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SIയെ കാറിടിപ്പിച്ച് പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ SI ശശികുമാറിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന വാഹനമോടിച്ച 19-കാരൻ അലനെ ഞായറാഴ്ച ഉച്ചയോടെ തൃത്താല പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞായറാഴ്ച ഉച്ചയോടെ പട്ടാമ്പിയിൽ നിന്നുമാണ് SI ശശികുമാറിനെ കാറിടിപ്പിച്ച് പരിക്കേൽപ്പിച്ച 19-കാരൻ അലനെ തൃത്താല പോലീസ് കസ്റ്റഡിയിലെടുത്തത്. SIയെ കാറിടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം കടന്നുകളഞ്ഞ അലൻ കാർ വീട്ടിൽ നിർത്തിയിട്ട ശേഷം ഒളിവിൽ പോവുകയായിരുന്നു. ശനിയാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. രാത്രികാലത്തെ പതിവ് പരിശോധനയ്ക്കിടെ പരുതൂർ മംഗലത്ത് സംശയാസ്പദമായി കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടതോടെയാണ് പോലീസ് പരിശോധനയ്ക്കായി എത്തിയത്. പോലീസിനെ കണ്ടതോടെ കാറിന് പുറത്തുണ്ടായിരുന്ന യുവാക്കൾ കാറിൽ കയറി വാഹനം മുന്നോട്ടെടുത്തു. വാഹനം നിർത്താനായി കൈകാണിച്ച SI ശശികുമാറിനെ ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ ശശികുമാറിന്റെ ശരീരത്തിലൂടെ കാറിന്റെ ചക്രം കയറിയിറങ്ങി. കടന്നുകളഞ്ഞ വാഹനത്തിന്റെ നമ്പർ നാട്ടുകാരുടെ സഹായത്തോടെ കണ്ടെത്തി. തുടർന്ന് നടന്ന പരിശോധനയിലാണ് ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റേതാണ് വാഹനമെന്നും അഭിലാഷിന്റെ മകൻ അലനാണ് വാഹനം ഓടിച്ചതെന്നും കണ്ടെത്തിയത്. അഭിലാഷിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തൃത്താല പോലീസ് നടത്തിയ തുടരന്വേഷണത്തിലാണ് അലനെ പിടികൂടി കസ്റ്റഡിയിലെടുത്തത്. കൃത്യം നടന്ന സമയത്ത് അലനൊപ്പം കാറിലുണ്ടായിരുന്നവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. എരുമപ്പെട്ടി കടങ്ങോട് നിന്നും 400 ലിറ്റർ വാഷ് പിടികൂടി നശിപ്പിച്ചു. കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിലാണ് വാഷ് പിടികൂടിയത്. കടങ്ങോട് ബെസ്റ്റ് ഗ്രാനൈറ്റ്സിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലാണ് 220 ലിറ്റർ കൊള്ളുന്ന വലിയ ഡ്രമ്മിലും 20 ലിറ്റർ വീതം കൊള്ളുന്ന കുടങ്ങളിലുമായി വാഷ് സൂക്ഷിച്ചിരുന്നത്. മേഖലയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 40 ലിറ്ററോളം ചാരായം കുന്നംകുളം എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഷ് കണ്ടെത്തിയത്. സംഭവത്തിൽ കേസെടുത്ത എക്സൈസ് സംഘം പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ P. ഹരീഷ്, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ശിവശങ്കരൻ, AC ജോസഫ്, NR രാജു, സുനിൽദാസ്, പ്രിവൻറ്റീവ് ഓഫീസർ സന്തോഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഗണേശൻ പിള്ള, ഇജാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് വാഷ് പിടികൂടി നശിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് പെരുന്നാൾ നമസ്കാരത്തിനായി പട്ടാമ്പി മേഖലയിലെ വിവിധ പള്ളികളും ഈദ്ഗാഹുകളും ഒരുങ്ങി.
അകറ്റി നിർത്തപ്പെട്ട കാലഘട്ടത്തിൽ പരസ്പരം ചേർത്ത് പിടിക്കലാകണം ആഘോഷങ്ങളെന്ന് പട്ടാമ്പി ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് മാനു മുസ്ലിയാർ പറഞ്ഞു. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടി ബലിപെരുന്നാൾ സമാഗതമായിരിക്കുകയാണ്. പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥന നടക്കും. ഇതിനായി പട്ടാമ്പിയിലെയും കൊപ്പം, കൂറ്റനാട് പ്രദേശങ്ങളിലെയും പള്ളികളും ഈദ്ഗാഹുകളും ഒരുങ്ങിക്കഴിഞ്ഞു. പട്ടാമ്പി ടൗൺ ജുമാ മസ്ജിദിൽ രാവിലെ 8:30 നമസ്കാരം നടക്കും. അകന്നു കഴിയുന്ന ഈ കാലഘട്ടത്തിൽ പരസ്പരം ചേർത്ത് പിടിക്കലാകണം ആഘോഷങ്ങളെന്ന് പട്ടാമ്പി ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് മാനു മുസ്ലിയാർ പറഞ്ഞു. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുസ്ലിങ്ങളായ ആളുകൾക്ക് 2 സന്തോഷമാണുള്ളത്. ഒന്ന് ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ, മറ്റൊന്ന് ഈദുൽ അദ്ഹ ബലി പെരുന്നാൾ. ഈ 2 സുദിനങ്ങളാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായ ആളുകൾക്ക് സന്തോഷിക്കാനുള്ള സുദിനങ്ങൾ. അതിൽ വളരെ സുപ്രധാനമായ ഒരു സുദിനമാണ് നാളെ നമ്മൾ ആഘോഷിക്കാൻ പോകുന്ന ബലി പെരുന്നാൾ. അത് കട്ട് ചെയ്യണം. നാളെ നമ്മൾ ആഘോഷിക്കാൻ പോകുന്ന ബലി പെരുന്നാൾ. ആ ബലി പെരുന്നാൾ സ്നേഹവും സന്തോഷവും അതിലേറെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ഹാജറ ബീവിയുടെയും ത്യാഗോജ്ജലമായ ജീവിത സ്മരണകളുമാണ് ആ ബലി പെരുന്നാളിൻ്റെ മുഖ്യമായ കാര്യങ്ങളുള്ളത്. പട്ടാമ്പി വലിയ ജുമാ മസ്ജിദിൽ രാവിലെ 8:30 പെരുന്നാൾ നമസ്കാരം നടക്കും. മേലെ പട്ടാമ്പി ജുമാ മസ്ജിദിലും രാവിലെ നമസ്കാരം നടക്കും. പട്ടാമ്പി ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി MES സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ ഈദ്ഗാഹ് നടക്കും. രാവിലെ 7:15 നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഡോക്ടർ P. അബ്ദുസലഫി നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. അക്ഷയ പാലക്കാട് ജില്ലാ ഓഫീസ് സിവിൽ സ്റ്റേഷനിലെ ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. പുതിയ ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര നിർവഹിച്ചു. ചടങ്ങിൽ ജില്ലാ കോർഡിനേറ്റർ CS മഹദ്, ജില്ലാ ഇൻഫർമാറ്റിക് ഓഫീസർ സുരേഷ് കുമാർ, ഫിനാൻസ് ഓഫീസർ UV പ്രസീദ, IT സെൽ ജില്ലാ കോർഡിനേറ്റർ UK സുരേഷ്, ഫ്രണ്ട്സ് പ്രോജക്ട് മാനേജർ S. ജിതേഷ്, അക്ഷയ സംരംഭകർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. നൈനാൻ കോംപ്ലക്സിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസാണ് സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയത്. ജില്ലയിലെ അക്ഷയ കേന്ദ്രങ്ങളുടെ ഏകോപനം ജില്ലാ ഓഫീസാണ് നിർവഹിക്കുക. പൊതുജനങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ സംബന്ധമായ അന്വേഷണങ്ങൾക്കും പരാതികൾക്കും ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ പറളി റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള റോഡിലെ നവീകരണ പ്രവൃത്തി നടത്തിയതിൽ അപാകതയെന്ന ആക്ഷേപം. അപാകതയ്ക്കെതിരെ പൊതുപ്രവർത്തകരും നാട്ടുകാരും രംഗത്തെത്തി. പ്രതിഷേധം ശക്തമായതോടെ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അപാകതകൾ പരിഹരിച്ചു. ഞായറാഴ്ച രാവിലെയാണ് റോഡിന്റെ വശം തകർന്നത് ശരിയാക്കി റീടാറിംഗ് നടത്തുന്ന പ്രവൃത്തികൾക്ക് തുടക്കമായത്. റോഡ് തകർന്ന ഭാഗം ഭാഗികമായാണ് ശരിയാക്കുന്നതെന്നും ആവശ്യത്തിന് ടാർ ഉപയോഗിക്കുന്നില്ലെന്നുമാണ് പരാതി ഉയർന്നത്. ഉടൻ തന്നെ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹംസ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം രമേശ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ സ്ഥലത്തെത്തി കരാറുകാരുമായി സംസാരിച്ച് പൊതുമരാമത്ത് അധികൃതരെ വിളിച്ചു വരുത്തുകയായിരുന്നു. നിലവിലുള്ള റോഡ് സത്യത്തിന് അവിടെ ഇടിഞ്ഞിരിക്കുകയാണ്. ആ റോഡ് ഇരുന്നിരിക്കുകയാണ്. ആ അതിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും വെറുതെ കാർ ഇടിച്ച് മെറ്റലടിച്ച് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ജനങ്ങളിപ്പോൾ അത് തടഞ്ഞു. അങ്ങനെ ഒപ്പിച്ച വർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. PWD Aയും അവർ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും അത് അങ്ങനെ സംഭവിക്കില്ല, ഞങ്ങൾ വളരെ വൃത്തിയായിട്ട് ചെയ്യണേ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സമ്മതിച്ചിട്ടുണ്ട്. കുറ്റമറ്റ രീതിയിൽ പ്രവൃത്തി നടത്തണമെന്നും അല്ലാത്തപക്ഷം ജനരോക്ഷം ഉണ്ടാകുമെന്നും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടായി. ശപിക്കപ്പെട്ട ഒരു നിമിഷത്തിൽ അശ്രദ്ധയുടെ ഇരയായി ദുബായ് പടി സ്വദേശി ദാസൻ. വണയംകുളത്ത് വെച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് 3 മാസത്തിലേറെയായി ചികിത്സയിൽ കഴിയുന്ന ദാസന് ഇപ്പോഴും പരസഹായമില്ലാതെ ഒന്നും ചെയ്യാനാകില്ല. ഇടിച്ച കാർ നിർത്താതെ പോയതുകൊണ്ട് ഇൻഷുറൻസ് പരിരക്ഷ പോലും അന്യമായി. ദാസന് ഇനിയും ജീവിക്കണം, പരസഹായമില്ലാതെ. അതിനായി കനിവ് കാണിച്ച് ദാസനെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നുകളഞ്ഞ ആ കാർ ഓടിച്ചിരുന്നയാളുടെ നല്ല മനസ്സുകൂടി വേണം. കൂലിപ്പണിക്കാരനായ പനയൂർ ദുബായ്പടി മരോട്ടിക്കൽ ദാസന് ഫെബ്രുവരി 16 രാത്രി മുതൽ തുടങ്ങിയതാണ് ഈ ദുരിതം. വാണിയംകുളം നഗരത്തിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയതാണ് ദാസൻ. PK ദാസ് ആശുപത്രിയുടെ മുൻഭാഗത്തു നിന്ന് റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ ഒറ്റപ്പാലം ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പിന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ്
ഓർമ്മ തിരികെ ലഭിച്ചത്. ആദ്യം വാണിയംകുളം പി കെ ദാസ് ആശുപത്രിയിലും തുടർന്ന് താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും പരുക്ക് ഗുരുതരമായതിനാൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വാരിയെല്ലിനും ഒരു കാലിൻ്റെ 2 ഭാഗങ്ങളിൽ എല്ലിനും ക്ഷതമേറ്റു. വയറിന് ശസ്ത്രക്രിയ വേണ്ടി വന്നു. 2 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ വീട്ടിലാണ്. പരസഹായം കൂടാതെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനാകില്ല. ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളുമുണ്ട്. ഭാര്യ അനിത കൂലിപ്പണിയെടുത്താണ് ഇപ്പോൾ ജീവിതം തള്ളി നീക്കുന്നത്. 2 ലക്ഷത്തോളം രൂപ ഇതുവരെ ചികിത്സയ്ക്കായി ചെലവഴിച്ചു. ഇനിയും ഭാരിച്ച തുക വേണം. കഴിഞ്ഞ ആഴ്ച തുടർ ചികിത്സയ്ക്ക് പോകേണ്ടിയിരുന്നെങ്കിലും പണമില്ലാത്തതിനാൽ പോകാനായില്ല. ചുവപ്പ് കാറാണ് ഇടിച്ചതെന്ന് ദാസൻ ഓർമ്മയുണ്ട്. ഇടിച്ചു തെറിപ്പിച്ച ശേഷം വാഹനം കുറച്ചപ്പുറത്ത് നിർത്തിയതായും ദാസൻ ഓർത്തെടുക്കുന്നു. ഇടിച്ച വാഹനം അറിഞ്ഞാൽ മാത്രമേ ഇൻഷുറൻസ് തുക ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കാറുടമ നല്ല മനസ്സു കാണിച്ച് തൻ്റെ കുടുംബത്തെ രക്ഷിക്കണമെന്നാണ് ദാസന്റെ അഭ്യർത്ഥന. ഇങ്ങനെ വാഹനങ്ങളും വെച്ചിട്ട് ഗ്യാസിന്റെ മുമ്പിൽ വെച്ചിട്ട് വണ്ടി കാർ ഇടിച്ച് ചുവന്ന വണ്ടിയായിരുന്നു. രാത്രി 11 മണിയായിട്ടുണ്ടാവും. ഇടിച്ച് കേൾപ്പിച്ച് അവർ പോയിട്ട് അവർ കുറച്ചപ്പുറത്ത് വണ്ടിയൊക്കെ നിർത്തി 4 പേർ ഇറങ്ങി നോക്കിയിട്ടാണ് അവർ പോയത്. പിന്നീടൊരു അന്വേഷണം ഒന്നും കിട്ടിയിട്ടില്ല. നല്ല മനസ്സാക്ഷിയുള്ള ആൾക്കാരാണെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിന്ന് ചിലവിനൊന്നും തരാൻ പറ്റിയെങ്കിൽ തരിക. ഒരാൾ നോക്കാനില്ല, ആരും സഹായിക്കാനില്ല, അച്ഛനില്ല, അമ്മയില്ല. ഒരാളെ സഹായം എപ്പോഴും വേണം. എത്ര രൂപയോളം ഒരു 3 ലക്ഷം രൂപയോളം ചിലവായിട്ടുണ്ടാവും. ഒരുപാട് പൈസ ചിലവ് വരുന്ന പറഞ്ഞത്. ദാസന്റെ വീട് പണിയും പാതി വഴിയിലാണ്. ചികിത്സ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാട്ടുകാരുടെ സഹായം ആവശ്യമാണ്. തന്റെ ദുരവസ്ഥ കാണിച്ച് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ് ദാസൻ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം പനമണ സൗത്ത് CPM, DYFI, SFI കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. സൗത്ത് പനമണ വട്ടനാൽ NVA UP സ്കൂളിൽ നടന്ന വിജയോത്സവം K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രാധാന്യമുള്ള, നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള ഒന്നാണ് ഇന്നിവിടെ നടത്തുന്ന ഈ ചടങ്ങ്. പ്രധാനമായും ഇതിൽ പങ്കെടുക്കുന്നവരിൽ കൂടുതൽ പേർ സമ്മാനം വാങ്ങാൻ എത്തിയിട്ടുള്ളത് SSLC +2 പരീക്ഷകളിൽ ഉന്നത പഠനത്തിന് അർഹത നേടിയവരാണ്, ഉന്നത വിജയം നേടിയവരാണ്. നമ്മുടെ മണ്ഡലത്തിൽ തന്നെ +2-ന് 1200-ൽ 1200 മാർക്ക് വാങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണുള്ളത്. ആ കുട്ടി ഈ പ്രദേശത്തുകാരിയായിട്ടുള്ള ഇന്നത്തെ ഈ സ്വീകരണത്തിൽ പങ്കെടുക്കുന്ന കുമാരി ദേവികയാണ്. 2023-2024 അധ്യയന വർഷം SSLC +2 പരീക്ഷയിൽ വിജയം നേടിയ സൗത്ത് പനമണ 32, 33, 34 വാർഡ് പരിധിയിലെ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. തിരുവോർത്തുപാറ അംഗൻവാടിയിൽ നിന്ന് 36 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച N. ചന്ദ്രിക ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡോക്ടറേറ്റ് നേടിയ രശ്മി ചന്ദ്രനെ ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട C. അബ്ദുൽ ഖാദറിന് സ്വീകരണവും ഒരുക്കി. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു. P. ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. C. അബ്ദുൽ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി. KV സന്തോഷ് CITU, K. അബ്ദുൽ നാസർ, T. ലത, PC സോമൻ, N. ഷിബു, TR ജയാനന്ദൻ എന്നിവർ പ്രസംഗിച്ചു. ചന്ദ്രിക ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പേരൂർ ചീനിക്കോട് വടക്കേക്കാട് പ്രിയദർശിനി ട്യൂഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചടങ്ങിൽ പഠനോപകരണ വിതരണവും നടന്നു. പരിപാടി DCC സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് ഉദ്ഘാടനം ചെയ്തു. പ്രിയദർശിനി ട്യൂഷൻ സെന്ററിന്റെ പേരിൽ ഈ പ്രദേശത്തെ നിരവധി കുടുംബങ്ങളിലെ ഒട്ടനവധി പാവപ്പെട്ട വിദ്യാർത്ഥിനികൾ ഈ സെന്ററിന്റെ പേരിൽ ഏറെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുത്തത്. എത്രമാത്രം പരിമിതികൾ ഉണ്ടെങ്കിലും സമൂഹത്തിൽ പാവപ്പെട്ടവരെ സേവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവനവന്റെ മനസ്സിലുണ്ടെങ്കിൽ സ്വന്തം ജീവിതത്തിലെ പ്രയാസങ്ങൾക്കിടയിലും ശ്രീമതി പാഞ്ചാലി വളരെയേറെ മാതൃകാപരമായ രീതിയിലാണ് ഈ പ്രദേശത്തുള്ള പാവപ്പെട്ട കുട്ടികളുടെ പഠനത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു. ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ ഉപാധ്യക്ഷ PP പാഞ്ചാലി അധ്യക്ഷയായി. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു.
DCC സെക്രട്ടറി ശ്രീവത്സൻ മുഖ്യപ്രഭാഷണം നടത്തി. മൊബൈൽ ഫോൺ ഉപയോഗവും ദൂഷ്യവശങ്ങളും എന്ന വിഷയത്തിൽ ഒറ്റപ്പാലം ജനമൈത്രി പോലീസ് ഓഫീസർ ബിനു രാമചന്ദ്രൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. UP രവി സംസാരിച്ചു. ട്യൂഷൻ ക്ലാസ്സിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ചിലവഴിക്കുന്നത്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷിച്ചു. നിരവധി വിശ്വാസികൾ തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുത്തു. ഷൊർണൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. ഇടവക വികാരി ഫാദർ ജപമാല ലോറൻസ് തിരുനാൾ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയും നൊവേനയും തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും നടന്നു. തിരുക്കർമ്മങ്ങൾക്ക് ശേഷം സെന്റ് ആന്റണീസ് കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നേർച്ച ഭക്ഷണവും വിതരണം ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ താൽക്കാലിക പ്രസിഡന്റായി VK ശ്രീകണ്ഠൻ MP ചുമതലയേറ്റു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ആത്മാർത്ഥമായി നിർവഹിക്കുമെന്ന് ശ്രീകണ്ഠൻ. ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF വിജയിക്കും. തൃശൂരിലെ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും VK ശ്രീകണ്ഠൻ MP. പരുതൂരിൽ വാഹന പരിശോധനയ്ക്കിടെ തൃത്താല ഗ്രേഡ് SIയെ ഇടിച്ചു തെറിപ്പിച്ച കാർ ഓടിച്ചിരുന്ന 19-കാരൻ പോലീസ് കസ്റ്റഡിയിൽ. ഒളിവിലായിരുന്ന പ്രതിയെ തൃത്താല പോലീസ് പിടികൂടിയത് ഞായറാഴ്ച ഉച്ചയോടെ. ഗുരുതര പരിക്കുകളോടെ തൃത്താല SI ശശികുമാർ കുന്നംകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ പറളി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം റോഡിലെ നവീകരണ പ്രവൃത്തിയിൽ അപാകതയെന്ന് ആക്ഷേപം. പ്രവൃത്തിയിലെ പാളിച്ചയ്ക്കെതിരെ പ്രതിഷേധവുമായി പൊതുപ്രവർത്തകരും നാട്ടുകാരും. പ്രതിഷേധം ശക്തമായതോടെ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അപാകതകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചു. ത്യാഗസ്മരണകളുമായി മുസ്ലിം സമൂഹം ബലിപ്പെരുന്നാൾ ആഘോഷത്തിലേക്ക്. ബലിപ്പെരുന്നാൾ സമർപ്പണ മനോഭാവത്തിന്റെ ഉത്സവം. വലിയ പെരുന്നാൾ നമസ്കാരത്തിന് എങ്ങും വിപുലമായ ഒരുക്കങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.